ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കെ ഫാമിലി അവരുടെ പ്രൈവസി ആയിട്ടുള്ള അവരുടെ സ്വകാര്യ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ഇട്ട് അലക്കി. അതിനുശേഷം ഇപ്പം രേണുസുതിയും കിച്ചുവും അലക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ തുടക്കം രേണുസുതിയാന്ന് പറഞ്ഞേ പറ്റൂ. കാരണം 11 വയസ്സ് വരെ ഞാൻ വളർത്തിയ മോൻ എന്നെ കാണാൻ വന്നില്ലെന്ന് വേണമെങ്കിൽ കിച്ചുവിനെ വിളിച്ച് പറയാം. ഇവരെല്ലാം ഭയങ്കര ചാറ്റാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മുഴുവൻ നേരം ചാറ്റ് ചെയ്യുക, മുഴുവൻ നേരം പൈസ അയച്ചു കൊടുക്കുക, കിച്ചുവിന് വേണ്ടി ജീവിക്കുക, കിച്ചുവിന് വേണ്ടി ഗൾഫിൽ പോയി ഷോ നടത്തി പൈസ മേടിച്ചുകൊണ്ട് വരിക, അത് കിച്ചുവിന് അയക്കുക. അങ്ങനെ എപ്പോഴും വളരെ ചാറ്റും വളരെ അടുപ്പമുള്ളവരാണ്. പക്ഷേ കിച്ചു വന്നില്ല എന്നുള്ള വിവരം നേരെ സോഷ്യൽ മീഡിയ വന്നു പറഞ്ഞു. അതുകൊണ്ട് എന്തുണ്ടായി, കിച്ചു വന്നതിനെ അതിന്റെ മറുപടി സോഷ്യൽ മീഡിയ ഇട്ടു. വിഷമമുള്ളവരുടെ വിഷമം ഞാൻ തീർക്കാൻ ഞാൻ പോകാമെന്നും പറഞ്ഞു, ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടു സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇന്നൊരു വീഡിയോ ഇട്ടു, ഞാൻ പോയി കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് പോണില്ല എന്നുള്ളതിന്റെ കാരണമായിട്ട് പണ്ട് ആ സബ്സ്ക്രിപ്ഷനിൽ ആ ചുണ്ടു പിളർത്തി കാണിച്ച് വൾഗറായിട്ട് നിന്ന് ആ ഒരു മകന്റെ ഒരു വിഷമം അതാണെന്നും പറഞ്ഞു. അത് ചെയ്യരുതമ്മേ, ഗൃതപ്പനെ പോലും മോശമാകും എന്നും പറഞ്ഞ് ഒരു ചാറ്റ് ചെയ്ത് ഒരു രേഖയായിട്ട്, അതായത് ഒരു തെളിവായിട്ട് പുള്ളിക്കാരൻ ആ ചാറ്റ് വെളിയിലിട്ടു. ഇപ്പൊ ആ ചാറ്റ് വെളിയിലിട്ടപ്പോഴത്തേക്കിന് ശരിക്കും പറഞ്ഞ രേണുസുതിക്ക് സങ്കടമായി. ചാറ്റ് വെളിയിട്ടപ്പോൾ ഇതുവരെ അവർ പരസ്പരം ഒന്നും അങ്ങനെ ചെളിവാരി എറിയാതെ, ആൾക്കാർ ചെളിവാരി എറിയാൻ എന്തെങ്കിലുമൊക്കെ തുറന്ന് കിച്ചു എന്നൊക്കെ പറയാൻ കിച്ചു ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല അധികമൊന്നും. രേണുസുതിയും അവിടെ ഇവിടെ തൊടാതെ കിച്ചുവിനെ പറ്റി പറഞ്ഞു തന്നെ എത്രയും കാലം നിന്നെ. പക്ഷെ ഇത് ഒരാളുടെ കയ്യിൽ നിന്ന് പോയാൽ പിടിവിട്ടുപോകും. പിന്നെ സോഷ്യൽ മീഡിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അലക്കും. പിന്നെ ആരാണ് ഇതിൽ ജയിക്കുന്നത് പിന്നെ നോക്കുള്ളൂ. ഏറ്റവും കൂടുതൽ നാറ്റിക്കാൻ പരസ്പരം ആരെ നാറ്റിക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പൊ രേണുസുധീനോട് സബ്സ്ക്രിപ്ഷൻ നടത്തരുത് അമ്മേ എന്നും പറഞ്ഞ് അമ്മ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതല്ലേ, അതുപോലെ ഇറങ്ങിയ ഒരാൾ ഇങ്ങനെ വേണം ഷോസും ഇനാഗ്രേഷനും ഉള്ള ഒക്കെ ഇല്ലേ, അത് മതിയല്ലേ ജീവിക്കാൻ, അമ്മ ഇങ്ങനെ ചെയ്യരുത്, അത് ഗൃതപ്പനും മോശമാകും. അവനത് അങ്ങനെ പറയാൻ പറ്റുമോ? ഗൃതപ്പനെ വെച്ചേ പറയാൻ പറ്റും. അമ്മ അത് എനിക്ക് മോശമാകും എന്ന് പറഞ്ഞാൽ അതിൽ വാല്യൂ ഇല്ലെന്ന് തോന്നിയിട്ടായിരിക്കും ആ പയ്യൻ അങ്ങനെ ഗൃതപ്പനെ ഇടയ്ക്കിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രേണുസുതി കൊടുത്ത മറുപടി എന്താ, എനിക്ക് 2.5 ലക്ഷം രൂപയുടെ ലൈവാണ് നടത്തിയത്, 2.5 ലക്ഷം രൂപ കിട്ടി, അപ്പൊ പൈസയാണ് എനിക്ക് ആവശ്യം, നീ നിന്റെ കാര്യം നോക്കി പോടാ ചെക്കാന്നാണ് ആ പറഞ്ഞു വെച്ചത്. അത് സോഷ്യൽ മീഡിയ ഇട്ടത് ഇപ്പൊ ഇഷ്ടപ്പെട്ടില്ല. തിരിച്ചിപ്പം രേണുസുതി വന്ന് പറയുന്നത് കേൾക്കാം. നിങ്ങൾ ചാറ്റ് കാണും, കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തത്. തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 150 രൂപയാണ്. അപ്പൊ കിച്ചു പറയാ 150. നിങ്ങൾ കണ്ടോ, എന്നെ വെറുതെ വിട് കിച്ചു എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു, ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി, ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു, ഒരുപാട് പൈസ വരെ. ഞാൻ ഉറക്കമടിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമടിച്ച് ഗൾഫിൽ പോയി പ്രൊമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എൻ്റെ ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ, നിന്റെ അമ്മ സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയ തൊട്ട് 1.5 വയസ്സുള്ള കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ അനുഭവിച്ച, ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സബ്സ്ക്രിപ്ഷൻ. ഞാൻ സബ്സ്ക്രിപ്ഷൻ അല്ലേ തുടങ്ങുള്ളൂ നിയമപരമായിട്ട്, നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ ഒരു രാഹുൽദാസ് ഉണ്ടായിരുന്നു, ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാഗത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്കി രാഹുൽദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്, എന്നെ കുറ്റപ്പെടുത്തുന്നവരെ. എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിനകത്ത് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഋതപ്പന് വേണ്ടിയിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് ഒരു തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നു. നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവന് മേടിച്ചു കൊടുക്കും. നിന്റെ അനിയനല്ലേ, എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ, അതിന് കണക്ക് പറഞ്ഞല്ല. 50 ഘട്ടങ്ങളിൽ പോലും ആരുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട, എന്നെ വന്ന് കാണണ്ട, ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണണം. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ, വേണ്ട. ഇനി ഇത് വേണ്ട, എന്നെ വെറുതെ വിട്ടേക്ക്, ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട, എന്നെ വെറുതെ വിട്ടേക്ക്.
എന്നെ വെറുതെ വിട്ടേ, എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്നെ വെറുതെ വിട്ടേ. രേണുസുതി ഹൃദയം നുറുങ്ങി പറയുന്ന പോലെ തന്നെയാണ്. ഈ ഒരു രോഗാവസ്ഥയിൽ കിടക്കുന്നത് അവർക്ക് നല്ല സങ്കടത്തിലാണ് പറയുന്നത്. പക്ഷേ ഈ സങ്കടത്തിൽ പറയുമ്പോൾ ഞാൻ ഋതപ്പനെക്കാട്ട് കൂടുതൽ നിന്നെ സ്നേഹിച്ചു. രാഹുൽ ദാസ് എന്നാണ് കിച്ചുവിന്റെ പേര്, ഔദ്യോഗിക നെയിം. നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷെ വേണമെങ്കിൽ നമുക്ക് രേണുസുതിയോട് ചോദിക്കാം. ഇപ്പൊ രോഗാവസ്ഥയിലായതുകൊണ്ട് ചോദിച്ചാൽ അത് ക്രൂരതയാണെന്നൊന്നും പറഞ്ഞ അവന്റെ ഒരു സ്വന്തം മകൻ ഋതപ്പൻ വലുതായിട്ട് ഒരു കേസിൽ, കഞ്ചാവ് കേസിലോ ഒക്കെ സ്റ്റേഷനിൽ പോലീസ് പിടിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്താൽ അത് 10 ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നിരുന്ന് ഇവനെ ആ സമയത്ത് പിടിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് രേണുസുതിക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതാണ് ഈ സ്വന്തം അല്ലാത്തതിന്റെ ഒരു കാര്യം. ഇപ്പൊ തൃക്കൊടിത്താനം, കൊല്ലാട്, പിന്നെ വാകത്താനം, ചങ്ങനാശ്ശേരിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ്. ഇവിടങ്ങളിലൊക്കെ അന്വേഷിച്ച് നോക്ക് രാഹുൽദാസ് ആരാന്നറിയാന്ന്. അതോടൊപ്പം ഫ്യൂച്ചറിനെ ബാധിക്കുന്നത്. അപ്പൊ എന്താണ്, ചെളിവാരി എറിഞ്ഞോ? ആ പയ്യന്റെ ഭാവിയെ ബാധിക്കുന്ന രീതിയിൽ ചെളിവാരി എറിഞ്ഞില്ലേ? അങ്ങനെ ചെളിവാരി എറിയാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ഈ സ്വന്തം അല്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞത്. ഋതപ്പനാണ് ചെയ്യുന്നെങ്കിൽ പറയാൻ പറ്റുമോ രേണുസുതിക്ക്? ഒരിക്കലും പറ്റില്ല. അപ്പൊ അത് കിച്ചു ആയതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ടോട്ടലി പുള്ളിക്കാരത്തി പറഞ്ഞു വെക്കുന്ന കേട്ടാ, പുള്ളിക്കാരത്തി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതും ഇതെല്ലാം ഗുഡെന്നും പറഞ്ഞ് പ്രോത്സാഹനം കൊടുത്ത് ഇതെല്ലാം ചെയ്തു. ഒരു വാക്ക് മറ്റേതോ ഒരു സിനിമയിൽ ഒന്ന് ഉറക്കെ വിളിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്ന പോലെ ഒരു വാക്ക് കിച്ചു പറഞ്ഞിരുന്നെങ്കിൽ സബ്സ്ക്രിപ്ഷനേ തുടങ്ങില്ലായിരുന്നു. അപ്പോൾ ഉള്ളത് പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി തുണി അഴിച്ചിട്ട് കാണിച്ച് കാശുണ്ടാക്കി ആ കാശ് മേടിച്ച് കഴിയാൻ കാത്തിരിക്കുന്ന ആളാണ് കിച്ചു എന്നുള്ള രീതിക്ക്. പക്ഷെ കുറച്ചു മുന്നേ കിച്ചു ഇട്ട ചാറ്റ് നമ്മൾ കണ്ടാണേ. ഒരു കാലം ചേച്ചി, ഒരു അമ്മ ഇങ്ങനെ ചെയ്യരുതേ, അമ്മ ഈ വേറെ എന്തെല്ലാം വരുമാന മാർഗമുണ്ടോ അത് ചെയ്യാം. ഇവൻ ഇങ്ങനെയും കൂടെ എഴുതിയിരിക്കുന്നുണ്ട്, ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറങ്ങിയ ഒരാൾക്കാർ ഇങ്ങനെ ചെയ്യണോ എന്ന് വരെയും ചോദിക്കുന്നത്. അതും താഴ്മയോടുകൂടി പ്ലീസ് എന്ന് പറഞ്ഞ് കൈ വരെയും കൂപ്പിയിട്ടുണ്ട്, നിർത്തണം എന്നും പറഞ്ഞു. അതല്ലാതെ കാശ് ചിലപ്പോൾ ആ കൊച്ചിന് പഠിക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും വരുമാനം ആകാതിരുന്നോണ്ട് അച്ഛനില്ലാത്തതുകൊണ്ട് അമ്മയോട് വരുമാനം ചോദിച്ചു കാണും. അമ്മ ഇങ്ങനെ സബ്സ്ക്രിപ്ഷനെ തുണി മാറ്റി കൊടുത്തിട്ട് ആ കാശ് പഠിക്കാൻ വേണമെന്ന് ആ പയ്യൻ പറയുമോ? പക്ഷെ ഇപ്പൊ രേണു പറയുന്ന കേട്ടാ നമുക്ക് തോന്നുക രേണുവിനെ ഇതിലെല്ലാം കൊണ്ട് വലിച്ചിട്ട് കിച്ചുവാണ്, കിച്ചുവിന്റെ കാശിന് വേണ്ടി. രണ്ടാമത് രേണു വന്നിരുന്ന് കിച്ചുവിന്റെ പുറത്ത് ചെളി വാരി എറിഞ്ഞ് അങ്ങ് നശിപ്പിച്ചും കൊടുത്തു. പക്ഷേ സോഷ്യൽ മീഡിയ ഞാൻ ശ്രദ്ധിച്ച കിച്ചു ഇതെല്ലാം ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് കഞ്ചാവിന്റെ ഇതൊക്കെ ആയിരുന്നു, അതാണ് ഈ ഭീഷണിപ്പെടുത്തുന്ന ഒരു കാര്യം. അന്നത്തെ കാര്യങ്ങൾ മുഴുവൻ കിച്ചു വിശദീകരിച്ച് ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരും ഒക്കെ ആയിട്ടിരുന്ന്. പിന്നെ ആ കുട്ടി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ജനിച്ചു വീണ സ്വന്തം അമ്മയ്ക്ക് അതിനെ വേണ്ടായിരുന്നു, പിന്നെ അച്ഛൻ അതിനെ കൊണ്ടു നടന്ന് വളർത്തി. അങ്ങനെ അതിന് ഈ പറയുന്ന സ്നേഹങ്ങളൊന്നും കിട്ടിയില്ല. ഇവരുടെയൊക്കെ സ്നേഹത്തിന്റെ കഥകൾ ഇപ്പൊ കാണുന്നില്ലേ? കാര്യമാണ്. അപ്പൊ എന്റെ കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ്. മോൻ അന്ന് എന്നോട് പറയാൻ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. പിന്നെ നാക്കിന്റെ വീഡിയോ നിങ്ങൾക്കറിയാം, ലൈവ് വീഡിയോ വന്നപ്പം കിച്ചു എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് കിച്ചു എന്നോട് ഇത് സംസാരിക്കുന്നത്. അത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പം ഞാൻ എന്താ പറഞ്ഞത്, കിച്ചു എത്രയോ പേര് ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണോ നിനക്ക്? എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ കിച്ചു, 2.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ, അന്നത്തെ കാര്യം കേട്ടോ, നിനക്ക് കിട്ടുന്നുണ്ടല്ലോ കിച്ചു. അതാണ് ഞാൻ ആ പറഞ്ഞ കാര്യം. അത് കിച്ചു പുറത്തു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മ ഈ ചാറ്റ് പുറത്തു വിട്ടത്. പിന്നെ ഈ ചില കുറ്റങ്ങൾ, ചില മനുഷ്യരുടെ കുറ്റം, ഒരു സ്വഭാവ രീതി, അവനും ചെയ്യുന്ന കുറ്റം തൊട്ടടുത്ത് നിൽക്കുന്നവരുടെ തലയിലേട്ടേൽ വിടും. അവർ എന്ത് ചെയ്താലും ഏക്കത്തില്ല. അതുപോലെയുണ്ട് ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ സ്വന്തമായിട്ട് ആലോചിച്ച് സ്വന്തമായിട്ട് തുടങ്ങിയ രേണുസുതി. മോനെ നീ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തുടങ്ങില്ലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ചിരിയായിരുന്നു. ആ പയ്യന്റെ തലയിലോട്ട് എന്തിന് ഈ സബ്സ്ക്രിപ്ഷന്റെ ഒക്കെ കുറ്റം കൊണ്ടുപോകും? മാന്യമര്യാദയായിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് അവന് വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റിയില്ല. മുഖത്ത് മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് അവന്. അവൻ പറഞ്ഞിട്ടാണ് തുടങ്ങിയെന്നുള്ളത്. അങ്ങനെ ഒരു വിചാരം അവനുണ്ട്. അവനിപ്പോ വന്ന് ഈ വീഡിയോ ചെയ്യുമോ? അവനെ അവമാനിച്ച ആ ഒറ്റ വീഡിയോയാണ് സബ്സ്ക്രിപ്ഷന്റെ ആ ചുണ്ടുകൊണ്ടുള്ള ഗോഷ്ടി. ചുണ്ട് കടിക്കാൻ വരട്ടെന്ന് വരെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് ദേഷ്യമുണ്ട്, അതുകൊണ്ടാ പോകാത്തെന്നുള്ള കാരണമാണ് അവൻ ഒരു പരിധിവരെ പറഞ്ഞു വെച്ചത്. ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി, ഇനി എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. രാഹുൽദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സബ്സ്ക്രിപ്ഷൻ. ഞാൻ സബ്സ്ക്രിപ്ഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു, നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ ഒരു രാഹുൽദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ. എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ അറിയണമെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ നാട്ടിലോ കൊല്ലാട് നാട്ടിലോ ഒന്ന് കിച്ചുവിനെ പറ്റി, രാഹുൽദാസിനെ പറ്റി തിരക്കി നോക്ക്. അപ്പൊ എനിക്കതും പറയാറുണ്ടല്ലോ രാഹുൽ. കിച്ചു ഇനിയെങ്കിലും എന്നെ ഇനി അമ്മയെന്ന് വിളിച്ചില്ലേലും കുഴപ്പമില്ല, എന്നെ ഇനി ഉപദ്രവിക്കാതെ വിടുക. ഞാൻ കിച്ചു ഇതിന്റെ മറുപടി ആയിട്ടൊന്നും വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയണ്ട. ഫ്യൂച്ചറിനെ വരെ ബാധിക്കുന്ന വിഷയമുണ്ട്, എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞതോ നിങ്ങൾ കേട്ടില്ലേ?
നിയമവിരുദ്ധമായ കാര്യമാണ് കിച്ചു ചെയ്തിരിക്കുന്നത്. ഞാൻ നിയമ അനുമതിയോടെയുള്ള സബ്സ്ക്രിപ്ഷൻ അല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന്. ഈ നാട്ടിലെ നിയമവിരുദ്ധ ഈ കഞ്ചാവ് മയക്കുമരുന്നൊക്കെ ആ പയ്യൻ അതിലെന്തോ ചെന്നപ്പെട്ട് കേസ് എന്തൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് വരെ നമ്മൾ കിച്ചു കിച്ചു എന്ന് വിളിക്കുന്നത് രാഹുൽ ദാസ് ആരാണെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പം ഇങ്ങനെ സ്വയം ചോദിക്കുക, ഈ സോഷ്യൽ മീഡിയയിലോട്ട് ഋതപ്പനെ പറ്റിയാണ് ഇങ്ങനെ പറയുമോ? എന്റെ കുഞ്ഞെന്നും പറഞ്ഞ് എപ്പോഴും ചേർത്ത് പിടിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഒരു അമ്മ പ്രസവിച്ച കുഞ്ഞാണ് ഈ കിച്ചു. അപ്പൊ അത്രയും ഋതപ്പനെ പോലെ കണ്ടില്ലേലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് ഇപ്പൊ ഏതായാലും KK ഫാമിലി പെട്ടെന്ന് കോംപ്രമൈസ് ആയി കേട്ടോ. അവരിനി ഒരു വീഡിയോയും പരസ്പരം ഇടുകയില്ല. അതേപോലെ ഇവരും കോംപ്രമൈസ് ആവുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചുമ്മാ വെറും എന്ത് പറയാനാ, ഒന്നും പറയാനില്ല. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.